റിന്യൂവബിൾ എനർജി പോളിസി ഡ്രാഫ്റ്റ് 2025 ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വിശദീകരണം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ. എൻ്റെ പേര് ജയരാജ്, മാസ്റ്റേഴ്സ് അംഗമാണ്. നമ്മുടെ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പ്രസന്റേഷൻ കമ്മീഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രസന്റേഷനകത്തിൽ നമ്മൾ പേജ് നമ്പർ 9-ൽ 99% കൺസ്യൂമേഴ്സിനും 3 കിലോ വാട്ടിന്റെ പ്ലാന്റ് കൊണ്ട് അവരുടെ എല്ലാ റിക്വയർമെന്റുകളും മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇത് നമ്മൾ വെച്ച പ്ലാന്റുകളുടെ ഡേറ്റ KCRCക്ക് ഇതിന് ലഭ്യമായിരിക്കുമല്ലോ. അപ്പം ഇത് ഉറപ്പായിട്ടും ഒരു 50% അതിനോട് 50-60% പേരായിരിക്കും പരമാവധി 3 കിലോ വാട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരിക്കുക. അത് കഴിഞ്ഞുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ടുള്ളത് അതിൽ കൂടുതലുള്ള 5 കിലോ വാട്ടോ 8 കിലോ വാട്ടോ 10 കിലോ വാട്ടോ തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇപ്പോഴും നമുക്ക് റിക്വയർമെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു ഡേറ്റ അവിടെ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇവിടേക്കാണ് നമുക്ക് ഇതിനകത്തുള്ളൊരു ഫിക്സഡ് അജണ്ട ഉണ്ടെന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുന്നത്. ആ ഒരു പോയിന്റ് അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ വെച്ച ആൾക്കാരുടെ അവരുടെ പ്ലാൻ കപ്പാസിറ്റിയുടെ ഒരു റേഷ്യോയും കൂടെ അവിടെ പ്രതിപാദിക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, പക്ഷെ അത് മിസ്ലീഡിംഗ് ആണ്. ഇതേപോലെ നമ്മൾ നെറ്റ് ബില്ലിംഗിന്റെ എക്സാമ്പിൾ, അതിന്റെ ബെനിഫിറ്റിനുള്ള എക്സാമ്പിൾ ആയിട്ട് പേജ് നമ്പർ 14-ൽ മറ്റൊരു സ്ലൈഡിൽ പറയുന്നുണ്ട്. ആ സ്ലൈഡ് നമ്മൾ പരിശോധിച്ചാൽ ആ സ്ലൈഡിൽ ഇത് ഏതെങ്കിലും പർട്ടിക്കുലർ ലോഡ് പ്രൊഫൈൽ ഉള്ളവരുടെ കാര്യമാണെന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ മുൻപുള്ള കുറച്ച് സ്ലൈഡിൽ ചില പർട്ടിക്കുലർ ലോഡ് പ്രൊഫൈൽസ് അവർ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ ലോഡ് പ്രൊഫൈൽ ഉള്ളവരുടെ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഇത് ഒരു 2-3 സിനാരിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോഴാണല്ലോ അവർ കമ്പാരിസൺ വരിക. നമ്മുടെ അജണ്ട സെർവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ മാത്രം കൊടുക്കുന്ന പോലെയാണ് അത് തോന്നിയത്. ഇത് മിസ്ലീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് അൺഫെയർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനോട് കിട്ടുന്ന ഒരു മറുപടി തീർത്തും നമ്മൾ വസ്തുതാവിരുദ്ധമായിട്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് കിട്ടുന്നത്. അതായത് നമ്മൾ പറയുന്നതിനെ കൂടുതലായിട്ടും ഒബ്സ്ട്രക്ട് ചെയ്യാന്നുള്ള ഒരു പോളിസിയാണ് അവിടെ നമുക്ക് മനസ്സിലായത്. ഇവിടൊക്കെയാണ് ഇതിനകത്തൊരു ഫിക്സഡ് അജണ്ട ഉണ്ടോ എന്ന് നമുക്ക് സംശയം നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതേപോലെ മറ്റൊരു വിഷയമാണ് നമ്മൾ പവർ റിക്വയർമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ഹൈഡലുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അത്രയും ജനറേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യത്തിന് ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സും വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി പലപ്പോഴും സോളാറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി ഹൈഡലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതിയെ വളരെ കുറവാണ്. അപ്പൊ ഇതിന്റെ പവർ വെച്ച് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്താൽ അതൊരു പ്രോപ്പർ കമ്പാരിസൺ അല്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ KCRCയായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇറക്കിയ വീഡിയോസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു അജണ്ട സെർവ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ഇറക്കുന്നത്. അപ്പം ഇതിന് പകരം ഇതിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ റിന്യൂവബിൾ എനർജി ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വരുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പോളിസി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരേപോലെ. ഇപ്പം ഹിയറിംഗിൽ തന്നെ നമ്മൾ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല അവിടുത്തെ ചർച്ചകൾ നടക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെയും ഫീഡ്ബാക്കിനെയും സ്വീകരിക്കുന്നതും ആ ഒരു രീതിയിലാണെന്ന് നമുക്ക് തോന്നില്ല. അത് ഏതൊരാൾക്കും ഹിയറിംഗിൽ പങ്കെടുത്ത ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു പോളിസിയുമായിട്ട് മുമ്പോട്ട് പോയി നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തകർക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും പേരെ ബാധിക്കുന്ന ഒരു വിഷയത്തിനകത്ത് കുറച്ചും കൂടെ നമ്മൾ ഒരു നല്ല ഡിസ്കഷനും കുറെ കൂടെ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങളും നമ്മുടെ വിൻസ് ആൻഡ് ഫാൻസീസിന് മാത്രം ചേർന്ന് പോകുന്ന രീതിയിൽ ചെയ്യാതെ നമ്മൾ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് നമ്മൾ വന്നാൽ, ആ രീതിയിലോട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തിയാൽ കുറച്ചും കൂടെ ബെറ്റർ ഔട്ട്കം ഇതിനകത്ത് ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. KCRC ഇങ്ങനത്തെ ഈ രീതിയിലുള്ള എല്ലാ കൺസേൺസും ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഡ്രാഫ്റ്റിൽ വരുത്തി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് ഇതിന് മുൻപോട്ട് വെക്കാനുള്ളത്. താങ്ക് യു.